എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് 1ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ യൂണിറ്റ് 10 പച്ചക്കറിത്തോണി എന്ന പാഠഭാഗമാണ്. അപ്പോൾ പഠിക്കാം മക്കളെ. കിടന്നു മടുത്തു. മത്തങ്ങ നാടു കാണാനിറങ്ങി. എങ്ങോട്ടാ? പൗഡറും പൂശി വഴിയരികിൽ നിന്ന കുമ്പളങ്ങ ചോദിച്ചു. സവാരിക്കിറങ്ങിയതാ, നാടൊന്നു ചുറ്റണം. ഞാനും വരുന്നു. 2 പേരും കൈകോർത്തു. അവർ നടന്നു. അതാ കുത്തനെ ഒരു ഇറക്കം. അയ്യോ, കാലു തെറ്റുന്നേ. പിടിക്കണേ. സവാരി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? യാത്ര. 2 പേരുടെയും നില തെറ്റി. ഉരുണ്ടുരുണ്ട് താഴോട്ട്. സഹായിക്കാൻ കൈനീട്ടിയ ചേനയും പടവലവും തക്കാളിയുമെല്ലാം കാലിടറി വീണു. ഡും 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 ഡുണ്ടും ഡുണ്ടും ഡും ഡും. ഉരുണ്ടുരുണ്ട് എല്ലാവരും ചെന്ന് വീണതോ പുഴയിൽ. നോക്കൂ, കഥയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാമോ? നമ്മൾ വായിച്ചില്ലേ കഥ? ആ കഥയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. 1ാമത്തെ ചോദ്യം അവിടെ തന്നിട്ടുണ്ട്. മത്തങ്ങയും കുമ്പളങ്ങയും വീഴാൻ കാരണമെന്താണ്? ചോദ്യം 2. പൗഡറും പൂശി വഴിയരികിൽ നിന്നതാരാണ്? ആരാണ് മക്കളെ? കുമ്പളങ്ങയാണ് അല്ലേ? ചോദ്യം 3. ഉരുണ്ടുരുണ്ട് എല്ലാവരും ചെന്ന് വീണത് എവിടെയാണ് മക്കളെ? പുഴയിൽ. പാട്ടരങ്ങ്. മത്തൻ ചേന കുമ്പളങ്ങ തിത്തിത്താര തിത്തിത്തൈ, വെണ്ട ചീര വെള്ളരിക്ക തിത്തിത്താര തിത്തിത്തൈ. മത്തൻ ചേന കുമ്പളങ്ങ വെണ്ട ചീര വെള്ളരിക്ക നേന്ത്രക്കായ പടവലം മുരിങ്ങക്കായ. ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതൈ തെയ്തോം. വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പും മല്ലിച്ചപ്പും ഇഞ്ചി പച്ചമുളകുകൾ നിരന്നു നിന്നു. പച്ചക്കറി തോണിയേറി പച്ചക്കറി തുഴയേന്തി പച്ചക്കറി പാട്ടും പാടി വരുന്നു ഞങ്ങൾ. ഓ തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തകതൈ തെയ്തോം. നോക്കൂ മക്കളെ, ഇനി നമുക്കൊരു പട്ടിക പൂർത്തിയാക്കാനുണ്ട്. 2 കോളമുണ്ട് പട്ടികയിൽ. ഒന്ന് പാട്ടിലുള്ള പച്ചക്കറികൾ എഴുതാൻ തന്നിട്ടുണ്ട്. അറിയാവുന്ന മറ്റു പച്ചക്കറികൾ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പാട്ടിലുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മത്തൻ, ചേന, കുമ്പളങ്ങ, വെണ്ടയ്ക്ക, ചീര, വെള്ളരിക്ക, നേന്ത്രക്കായ, പടവലങ്ങ, മുരിങ്ങക്കായ, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പ്, മല്ലിയില, വെളുത്തുള്ളി. ഇനി നമുക്ക് അറിയാവുന്ന മറ്റു പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാവയ്ക്ക, ക്യാബേജ്, വഴുതനങ്ങ, ബീട്രൂട്ട്, ക്യാരറ്റ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പച്ചക്കറികളുടെ ഉപയോഗമനുസരിച്ച് തരംതിരിക്കാം. ഇലകൾ, കായകൾ, മറ്റു ഭാഗങ്ങൾ. ഇലകളായിട്ട് ഉപയോഗിക്കുന്ന പച്ചക്കറികളാണ് ആദ്യം എഴുതേണ്ടത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ചീരയില, മത്തനില, മുരിങ്ങയില, പയറില, ചേമ്പില. ഇനി നമുക്ക് കായകൾ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്നത് ഏതൊക്കെയെന്ന് നോക്കാം. നേന്ത്രക്കായ, മുരിങ്ങക്കായ, വഴുതനങ്ങ, കോവയ്ക്ക, വെണ്ടയ്ക്ക. ഇനി നമുക്ക് മറ്റു ഭാഗങ്ങൾ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്നത് നോക്കാം. വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, ചേമ്പിൻ തണ്ട്, ചേനത്തണ്ട്, മുരിങ്ങപ്പൂവ്. മക്കളെ, ഇനി നമുക്ക് പച്ചക്കറികളുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ നോക്കാം. അടിപ്പാറ നടുവഴി തലക്കാട്. എന്താ? ഇവിടെ ചിത്രവുമുണ്ട്. എന്താ? ചേന. ഉത്തരം ചേന. അടുത്ത കടങ്കഥ നോക്കൂ. കയ്പുണ്ട്, കാഞ്ഞിരമല്ല. മുള്ളുണ്ട്, മുരുക്കല്ല. വാലുണ്ട്, വാനരനല്ല. ഉത്തരമേതാ? പാവയ്ക്ക. അടുത്ത കടങ്കഥ നോക്കാം. മണ്ണിനുള്ളിൽ പൊന്നമ്മ. ഉത്തരമേതാ? മഞ്ഞൾ. അടുത്ത് വരുന്നത് നന്ദിതയുടെ ഡയറി. നന്ദിത എന്ന കുട്ടി എഴുതിയ ഡയറി കുറിപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചാലോ? നന്ദിതയുടെ ഡയറി 3/2/2024 എഴുതിയ ഡയറി കുറിപ്പാണ് കേട്ടോ ഇത്. ഇന്ന് സ്കൂൾ അവധിയാണ്. അതുകൊണ്ട് ഞാനും അമ്മയും കൂടി കൃഷിത്തോട്ടത്തിൽ പോയി. അവിടെ മുളക് ചെടിയും പയറുചെടിയും വെണ്ടയുമുണ്ട്. ഞാൻ അതിനെല്ലാം വെള്ളമൊഴിച്ചു. പുഴു തിന്നുന്ന ഇലകൾ എല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു. പുഴു വരാതിരിക്കാൻ എല്ലാത്തിനും അമ്മ മരുന്നടിച്ചു. മക്കളെ, നിങ്ങളെന്നും ഡയറി എഴുതി സ്കൂളിൽ വയ്ക്കാറുണ്ടോ?
ഡയറി എഴുതുന്ന മക്കൾ? അതെ, ഞാൻ എന്നും ഡയറി എഴുതുമെന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണേ. കൃഷിപ്പാഠം. നന്ദിത മോളുടെ ഡയറി വായിച്ചല്ലോ. നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പഠിച്ചോ? കൃഷി രീതിയെക്കുറിച്ച് എഴുതാമോ? ആദ്യം നല്ല ഇനം വിത്ത് തിരഞ്ഞെടുക്കുക. എന്നിട്ട് വിത്തിനെ മണ്ണിളക്കി നടണം. ദിവസവും വെള്ളം തളിച്ചു കൊടുക്കണം. വളമിടണം. കീടങ്ങൾ വരാതെ നോക്കണം. വിരിപ്പ് കൃഷി. ഈറ്റ വെട്ടി കാട് വെട്ടി പൊതക്കാട്ടിൽ തീയരിച്ച് വിരിപ്പിടം തീയരിച്ച് അമ്മ വിളിച്ചു, അച്ഛൻ വിളിച്ചു, വീട്ടുകാരും നാട്ടുകാരും ഊരാകെ ഒത്തുവിളിച്ചു. ചീരവിത്തേ ചോളവിത്തേ, കടുക് തുവര അമരവിത്തേ, ചാമവിത്തേ വരകുവിത്തേ, നെല്ല് വെള്ളരി മത്തൻ വിത്തേ. പുതുമഴയിൽ കൺതുറന്ന് പൂവിരിഞ്ഞ് കായ ചാഞ്ഞ് എന്നുമെന്നും വിളവുകാലം എന്നുമെന്നും വിളവുകാലം. ഇവിടെ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ള വിത്തുകൾ പാട്ടിലുണ്ടോ? ശരി അടയാളം നൽകൂ. നിങ്ങൾ കണ്ടിട്ടുള്ള വിത്തുകൾ പാട്ടിലുണ്ടെങ്കിൽ ശരി അടയാളം നൽകുക. ബൈ ബൈ കുറോ, ബൈ ബൈ ഡ്രോൺ. റോഡിൻ്റെ വശം ചേർന്ന് ഒരു കുട്ടി റോബോട്ട് നടന്നു വരുന്നു. കുറേ കുട്ടികൾ കുട്ടി റോബോട്ടിൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു. കുട്ടികൾ: നിന്റെ പേരെന്താണ്? കുട്ടി റോബോട്ട് എന്താ പറഞ്ഞത്? കുറോ. കുട്ടികൾ: കൊള്ളാം, നല്ല പേര്. നീ കളിക്കാൻ കൂടുന്നോ? കുറോ: ഞാൻ റെഡി. കുറോയും കുട്ടികളും പന്ത് കളിക്കുന്നു. ബാക്കി കഥ പൂർത്തിയാക്കാനാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് കഥ പൂർത്തിയാക്കാം. കളി കഴിയാറായപ്പോൾ കുറേ നായ്ക്കൾ കുരച്ചുകൊണ്ട് കുറോയുടെ അടുത്ത് വന്നു. ഞങ്ങൾക്ക് ഭക്ഷണം ഒന്നും കിട്ടാനില്ല എന്ന് വിഷമം പറഞ്ഞു. കുറോ അവരെ സമാധാനിപ്പിച്ചു. നമുക്കിവിടെ കൃഷി തുടങ്ങാമെന്നും അതിനുള്ള വിത്തുകൾ മറ്റും ഡ്രോൺ ഉപയോഗിച്ച് എത്തിച്ചു തരാമെന്നും പറഞ്ഞു. അങ്ങനെ ഡ്രോണിൽ പിടിച്ച് ഒരു നായയും പോയി. തിരിച്ചു വരുമ്പോൾ കൃഷിക്ക് ആവശ്യമായ വിത്തുമായിട്ടാണ് അവർ വന്നത്. അങ്ങനെ അവർ എല്ലാവരും കൃഷി ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ടോ മക്കളെ, കുറോ കൃഷി ചെയ്യുന്നു. നാളുകൾക്ക് ശേഷം വിളഞ്ഞു കിടക്കുന്ന പാടത്തിൻ്റെ കരയിൽ ഡ്രോണും കുറോയും നായ്ക്കുട്ടികളും സംസാരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ വന്നു. കുട്ടികൾ: ഹായ് കുറോ, സുഖമാണോ? കുറോ: ഹായ് സ്നേഹിതരെ, നിങ്ങൾക്കും സുഖമാണോ? കുട്ടികൾ: എന്തിനാ കുറോ ഞങ്ങളെ വിളിച്ചത്? കുറോ: ദേ കണ്ടോ, ഞങ്ങൾ കൃഷി ചെയ്തതായത്. കുട്ടികൾ: നല്ല വിളവുണ്ടല്ലോ. കുറോ: ഈ വിളവെല്ലാം നിങ്ങൾക്ക് തരാനാ ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഒരു കാര്യം. കുട്ടികൾ: എന്താ കുറോ? ഡ്രോൺ. വിളവ് എല്ലാവരും തുല്യമായി ഭാഗിച്ചെടുക്കണം. കുറോ: ഈ നായ്ക്കൾക്ക് എന്നും ഭക്ഷണം കൊടുക്കണം. കുട്ടികൾ: സമ്മതം. കുറോ: ബൈ ബൈ. നായ്കൾ: ബൈ ബൈ കുറോ, ബൈ ബൈ ഡ്രോൺ. കുറോ കൃഷി ചെയ്ത് നല്ല വിളവ് കിട്ടി. എന്നിട്ട് കുട്ടികളോട്ട് എന്താ പറഞ്ഞു മക്കളെ? ഈ വിളവെല്ലാം തുല്യമായി പങ്കിട്ടെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്നിട്ട് ഈ നായ്കൾക്ക് എന്നും ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. കുട്ടികൾ എന്ത് പറഞ്ഞു? മറുപടിയായിട്ട് സമ്മതം പറഞ്ഞു. എന്നിട്ട് കുറോ അവർക്ക് ബൈ ബൈ പറഞ്ഞ് തിരിച്ചുപോയി. അടുത്ത പ്രവർത്തനം: ഡ്രോണിനൊരു കത്ത്. നമുക്ക് ഡ്രോണിനൊരു കത്ത് തയ്യാറാക്കാം. പ്രിയപ്പെട്ട ഡ്രോൺ, നിനക്കും കുറോയ്ക്കും സുഖമല്ലേ? ഞങ്ങൾക്കിവിടെ സുഖമാണ്. കിട്ടിയ വിളവുകളെല്ലാം ഞങ്ങൾ പങ്കിട്ടെടുത്തു. നായ്ക്കൾക്ക് ഞങ്ങൾ എന്നും ഭക്ഷണം കൊടുക്കാറുണ്ട്. ഞങ്ങളും നായ്ക്കളും ഇപ്പോൾ ചങ്ങാതിമാരാണ്. ഞങ്ങൾക്ക് നിന്നെയും കുറോയെയും കാണണമെന്നുണ്ട്. നീ കുറോയെയും കൂട്ടി വരുമോ? ഞങ്ങൾ കാത്തിരിക്കും എന്ന് സ്നേഹത്തോടെ കൂട്ടുകാർ. ഇതോടുകൂടി പച്ചക്കറിത്തോണി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവസാനിച്ചു. വീണ്ടും കാണാം.